ആണെങ്കിൽ വിഷയത്തിൽ നിന്ന് സംസാരിക്കണം. അല്ലാതെ എന്തുവാ പ്രവാചകന്മാര് പാപമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മുടന്തൻ ന്യായങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ വാര്യർ ചോദിച്ച ചോദ്യത്തിന് മെഹബൂബായി മറുപടി പറയൂ. മുഹമ്മദ് ചെയ്യാത്ത ഏതെങ്കിലും പാപമുണ്ടോ? 1 2 3 ലിസ്റ്റ് ചെയ്ത് പറഞ്ഞോളൂ. എന്നിട്ട് നമുക്ക് മുന്നിലോട്ട് പോകാം. എനിക്കൊരു 2 minutes തരണം. മെഹബൂബ് സംസാരിച്ചോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഖുറാനും ബുക്സ് ഒന്നും എടുത്തിട്ടാണ്. മെഹബൂബായി താങ്കളുടെ അവസരമാണ്. വാരിയറിനെ ഇന്ന് എക്സ്പോസ് ചെയ്യാനുള്ളതാണ്. മുഹമ്മദ് ചെയ്യാത്ത ഏതെങ്കിലും പാപങ്ങൾ എനിക്കതിന് കഴിയില്ല. പറയൂ. വലിയ പണ്ഡിതന്നല്ല നസീം ഭായി. കുഴപ്പമില്ലെന്നേ, താങ്കൾ പഠിച്ചിട്ടുള്ളത് പോലെ പറഞ്ഞാൽ മതി. തെറി പറയാന് കഴിയൂല. നമ്മളെ വല്ലാതെ വയലിലാക്കും വിട്ടുപോകുന്നല്ലാതെ. ഇല്ല മെഹബൂബായി, താങ്കൾ പഠിച്ചിട്ടുള്ളത് പറയൂ. മെഹബൂബ് പഠിച്ചിട്ടുള്ളത് പറഞ്ഞാൽ മതി. മുഹമ്മദ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പാപമെങ്കിലും താങ്കൾ കാണിച്ചു തരൂ. ഞാൻ പഠിച്ചിട്ടില്ല പറഞ്ഞത്. പ്രവാചകന്മാര് പാപികളല്ല. അവര് പാപം ചെയ്താൽ പിന്നെ അവരെ അനുകരിക്കുന്ന ആളുകളും പാപികളായി മാറുക. അച്ഛാ, വല്ലവന്റെയും ഭാര്യയെ മോഹിക്കുന്നത് പാപമാണോ? ഇതാണ് നിങ്ങൾ ഇത് തന്നെയായിരുന്നു യേശുവിനെ പറ്റി യഹൂദികൾ പറഞ്ഞത്. മെഹബൂബായി താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. മറ്റുള്ളവന്റെ ഭാര്യയെ മോഹിക്കുന്നത് പലതും പാപമാണോ? പ്രചരിപ്പിക്കുന്നുണ്ട് നസീം ഭായി. മെഹബൂബായി, യേശുവിനെ മറ്റുള്ളവന്റെ അംഗീകരിക്കാത്തവർക്ക് ഭാര്യയെ ജാരസന്തതി എന്ന് മോഹിക്കുന്നു. വരെ അദ്ദേഹത്തെ പറ്റി വിളിച്ചില്ലേ? മെഹബൂബായി, ദേഷ്യപ്പെടല്ലേ. ജാരസന്തതിയാവോ? ബ്രദറെ, അല്ലല്ലോ. ദേഷ്യപ്പെടല്ലേ. ദേഷ്യപ്പെടില്ല. മറ്റുള്ളവന്റെ ഭാര്യയെ മോഹിക്കുന്നത് പാപമാണോ? നിങ്ങൾ പ്രവാചകനെ വലിച്ചു കീറാണ്. ആണെങ്കിൽ ആണെന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ. മറ്റുള്ളവന്റെ ഭാര്യയെ മോഹിക്കുന്നത് പാപമാണോ? ഇതേ സംഭവം തന്നെ നിങ്ങൾ മെഹബൂബായി ആണെങ്കിൽ നമുക്ക് നസ്ലിം ബ്രോ അനാവശ്യമായിട്ടുള്ള വിഷയം മെഹബൂബിനെ നിൽക്കുന്ന വിഷയം, മെഹബൂബിന്റെ ചോദ്യം എന്ന് ചോദ്യം പറയുന്നത്, മെഹബൂബ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെഹബൂബ് ഇങ്ങനെ വിഷയത്തിൽ ചാടി പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഞാൻ പോവില്ല. മെഹബൂബെ, ചോദ്യം നിൽക്കുന്നത് മുഹമ്മദ് ചെയ്യാത്തതായ ഏത് പാപമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, ഇന്ന പാപം മുഹമ്മദ് ചെയ്തിട്ടില്ല. കൊല ചെയ്യുന്നത് പാപമാണ്. എനിക്ക് തോന്നുന്നു വർഗീസച്ച, ഈ വർഗീസച്ചാനൊക്കെ ഇടപെടുന്നത്, നസ്രീം ബ്രദറൊക്കെ ഇടപെടുന്നത് ഈ പൊട്ടത്തരം കേട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മെഹബൂബിന് ഈ പാപം എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഉരുളൽ നടത്തുന്നത്. അങ്ങനെ മെഹബൂബ് ഒന്ന് പറഞ്ഞു തരൂ, ഈ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ, ഇസ്ലാമിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം മെഹബൂബ് ഞാനിപ്പോൾ പറഞ്ഞു പ്രവാചകന്മാരാരും പാപം ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ മെഹബൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാപം എന്ന് പറയുന്നത്? അതായത് പിതാവ് നിഷിദ്ധമാക്കിയതെല്ലാം പാവങ്ങളാണ്. പിതാവ് ചെയ്യാൻ പറഞ്ഞതെല്ലാം സൽക്കർമ്മങ്ങളാണ്. അതായത് ഏകസത്യ ദൈവമായ പിതാവ്. ഈ പുള്ളിയുടെ അമ്മായിയപ്പ കഴിഞ്ഞ ദിവസം ദൈവമായിരുന്നു. അതായത് പിതാവ് മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിയാണ്. മെഹബൂബ് ഖാദിയാനിയാണോ? മെഹബൂബെ, അള്ളാഹുവിനെ പിതാവെന്ന് വിളിക്കാവുന്ന ഖുറാന്റെ ആയത്ത് തരൂ പ്ലീസ്. അതിലേക്ക് അത് തന്നെയായിരുന്നു ഫോക്കസ്. യേശു പറഞ്ഞത് ഇസ്ലാമിന്റെ പാതയല്ല. ഇവൻ എപ്പോ കേറി വന്നാലും ഇങ്ങനെ അറിയാം. അവിടെ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിക്കുമെന്ന്. പിന്നെ ഇവിടെ കിടന്നോണ്ട് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു. പിന്നെ നമ്മളതിലേക്ക് പോവില്ലല്ലോ വർഗീസച്ച. പുള്ളി ഓടുന്ന വഴി നമ്മൾ പോവില്ലല്ലോ. മെഹബൂബ് ഇപ്പോൾ പറഞ്ഞു പിതാവ് കൽപ്പിച്ചു കൊടുത്തത്. ഈ പിതാവ് എന്ന് പറയുന്നത് ആരാണ് മെഹബൂബെ? ക്രിയേറ്റർ. ഓക്കെ, ഇസ്ലാമിൻ്റെ പ്രമാണപ്രകാരം ക്രിയേറ്റർ എന്ന് പറയുന്നത് അള്ളാഹു ആണ്. അള്ളാഹു ഇറക്കിക്കൊടുത്ത കിതാബിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന്, അള്ളാഹുവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെ പിതാവെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, ഒരായത്തെങ്കിലും കാണിച്ചു തരണം. 2, മുഹമ്മദ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കത് ചെയ്യാൻ സുന്നത്തുള്ളൂ. മുഹമ്മദ് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ഭാഗവും കാണിച്ചു തരണം. ഞാനിപ്പോ യേശു പഠിപ്പിച്ചില്ലേ ഏകസത്യ ദൈവം. യേശുക്രിസ്തു പഠിപ്പിച്ചത് ഞങ്ങളെയല്ലേ? യേശുക്രിസ്തു എങ്ങനെയാ മുസ്ലിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്? മനുഷ്യ സമൂഹത്തിന്റെ അത് ഈ വേണ്ട യേശുക്രിസ്തു പഠിപ്പിച്ചതല്ല. ഇസ്ലാമിന്റെ പ്രാമാണിക ഗ്രന്ഥം വെച്ച് പറഞ്ഞു തരാനാണ് മെഹബൂബിനോട് പറഞ്ഞത്. ഉരുണ്ട് മറഞ്ഞ ആവശ്യമില്ലാത്ത ബൈബിളിലേക്ക് യേശുവിലേക്കും പോയാൽ മുഹമ്മദിനെ ഞാനെടുത്ത് ഇവിടെ വലിച്ചു കയറ്റിയൊക്കെ എൻ്റെ സ്വഭാവം അറിയാലോ. വെറുതെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് മെഹബൂബെ. അപ്പോൾ അതുകൊണ്ട് മെഹബൂബ് ചോദ്യത്തിൽ നിന്ന് മറുപടി പറയാം. ഇനി യേശുവിലേക്കും ബൈബിളിലേക്കും കയറി കഴിഞ്ഞാൽ വലിച്ചു കയറി ഞാനങ്ങ് തേച്ച് വെക്കും. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഹബൂബിന് ഏകദേശം 3 ചാനലിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ആളുകളുണ്ട്.
അപ്പോൾ മെഹബൂബ് ഇസ്ലാമിൻ്റെ ഡിഫൻഡറാണ്, ഇസ്ലാമിക വീക്ഷണം സംസാരിക്കാൻ വന്നേക്കാണ്. മെഹബൂബ് പറഞ്ഞു ഇവിടെ അള്ളാഹുവിനെ പിതാവെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചോദ്യം നിൽക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിനെ പിതാവെന്ന് എവിടെയാണ് വിളിച്ചത്? എൻ്റെ ചോദ്യം വ്യക്തമായി കേൾക്കുക. യേശു വിളിച്ചോ എന്നല്ല ചോദ്യം. മുഹമ്മദ് അള്ളാഹുവിനെ പിതാവെന്ന് വിളിച്ച ഒരു ഭാഗം കാണിച്ചു തരണം. കാര്യം അതാണ് നിങ്ങളുടെ സുന്നത്ത്. നമ്പർ 1. 2, അള്ളാഹു ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം നൽകുന്നുണ്ടോ? ഈ 2 കാര്യങ്ങൾ മെഹബൂബ് ആദ്യം മറുപടി പറഞ്ഞ ശേഷം മാത്രമേ വേറെ എന്തെങ്കിലും കാര്യം എടുക്കുള്ളൂ. ഇവിടെ നിങ്ങൾ എന്താ ചോദിച്ചത്? പാപം പറഞ്ഞാൽ എന്താന്നുള്ള നിങ്ങളെ ചോദ്യം. അല്ല, നിങ്ങൾ എടുത്ത സാധനത്തിലാണ് ഇപ്പൊ മറുപടി നിൽക്കുന്നത്. നിങ്ങൾ പിതാവ് എന്ന് പറഞ്ഞ കാര്യത്തിലാണ് ഇവിടെ വിഷയം നിൽക്കുന്നത്. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. അള്ളാഹുവിനെ പിതാവേ എന്ന് മുഹമ്മദ് വിളിച്ച സാഹചര്യം ഏത്? നമ്പർ 1. 2, ഖുറാനിലെ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം, ഇസ്ലാമികർക്ക് പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം നൽകുന്ന ആയത്ത് ഏത്? നിങ്ങൾ തോന്നുമ്പോ ഗോൾ പോസ്റ്റ് മാറ്റല്ലേ വാര്യർ സാറേ? നിങ്ങൾ ആദ്യം ഞാൻ മാറ്റുന്നതല്ല, നിങ്ങൾ ഗോൾ പോസ്റ്റ് നിരക്കിക്കൊണ്ട് പോകുന്നതിനനുസരിച്ച് ഞാൻ ബോൾ കൊണ്ടുവരുന്നത് മാറ്റിക്കും. ആ റൂട്ടിൽ എൻ്റെ ബോൾ വന്നുകൊണ്ടിരിക്കും. അവിടെ നിൽക്ക് മെഹബൂബ്, അവിടെ നിൽക്ക്. മെഹബൂബിനോട് 2 ചോദ്യങ്ങളാണ് നിലവിലുള്ളത്. മുഹമ്മദിൻ്റെ സുന്നത്തായ നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ, ഓക്കെ, ആ ഫിക്ക് നിങ്ങൾക്ക് പാലിക്കണമെന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ സുന്നത്ത് വേണം. മുഹമ്മദിൻ്റെ സുന്നത്ത് വേണമെന്നുണ്ടെങ്കിൽ മുഹമ്മദ് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ച ഭാഗം ഒന്നാമത് കാണിച്ചു തരണം. രണ്ടാമതായിട്ട് ഈ അള്ളാഹു തൻ്റെ ജനങ്ങൾ, മുസ്ലിങ്ങൾ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം കൊടുക്കുന്ന ഖുറാൻ്റെ ആയത്തും. ഈ 2 കാര്യങ്ങൾ മെഹബൂബ് നൽകുന്നു. ഞങ്ങളിവിടെ ക്രിയേറ്ററെ നോ, ദാറ്റ് ഈസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ പടച്ചോനെ എന്ന് വിളിക്കുന്നതല്ല എൻ്റെ ചോദ്യം. നിങ്ങൾ പിതാവേ എന്ന് വിളിച്ചതിൻ്റെ കാര്യമാണ് ചോദ്യം. പറയാനുള്ള അവസ്ഥ ഞാൻ പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോളേ. നിങ്ങൾ പൊട്ടത്തരം കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിയേറ്ററെ പറഞ്ഞ കാര്യമല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് പിതാവേ എന്ന് വിളിക്കാനുള്ള ആയത്ത് നമ്പർ 1. 2, അത് മുഹമ്മദ് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നത്, ഞങ്ങളുടെ പടച്ചോനെ എന്ന് പറയാൻ ഖുറാൻ പറയില്ല. ക്രിയേറ്റർ ആരാണോ ആ ക്രിയേറ്റർ എന്താ വിളിക്കുക, ഏത് ഭാഷയിലും വിളിക്കുക. എന്റെ ചോദ്യം അതല്ല. ക്രിയേറ്ററിനെ നിങ്ങൾ പിതാവേന്ന് ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് അല്ല, അത് ഖുറാനിലുണ്ട്. അള്ളാഹു ആണ് പടച്ചവൻ എന്നുള്ളത് ഖുറാനിലുണ്ട്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് പടച്ചവനെ എന്ന് വിളിക്കാം. പക്ഷേ പിതാവേ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം എവിടെ? പിതാവേ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം എവിടെ? പിതാവേ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം എവിടെ? ആരെയാണ് വിളിക്കുന്നത്? ഞങ്ങൾ വിളിക്കുന്ന അല്ലല്ലോ. ഇപ്പൊ മെഹബൂബ് വിളിച്ചതിലാണല്ലോ ചോദ്യം നിൽക്കുന്നത്. നിങ്ങൾ ക്രിയേറ്ററെ പിതാവെന്ന് വിളിക്കണ്ട. ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങള് പലതും വിളിക്കും. ഞങ്ങൾ വിളിക്കുന്നതൊന്നും മെഹബൂബിനെ കയറി വിളിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വിളിക്കുന്നത് മെഹബൂബിനെ വിളിക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ്. ഞങ്ങള് പിതാവേന്ന് വിളിക്കുന്ന ആളിനെ താങ്കൾ എന്തിനാണ് പിതാവേന്ന് കയറി വിളിക്കുന്നത്? ഞാൻ ഒരാളെ പിതാവേന്ന് വിളിക്കുകയാണ്, താങ്കൾ എന്തിനാണ് അദ്ദേഹത്തെ പിതാവേന്ന് കയറി വിളിക്കുന്നത്? സ്വന്തമായിട്ട് പിതാവില്ലാത്തോണ്ടായിരിക്കും. മെഹബൂബിന് ഉത്തരവുണ്ടോ? ഞാനും എന്നെ ശിക്ഷിച്ചതും അതേ പിതാവിനല്ലേ, എന്താ സംശയം? മെഹബൂബെ, ചോദ്യം അതല്ല. മെഹബൂബിന്റെ ബ്രദർ ഹീസ് ഡൈവേർട്ടിങ്. ചോദ്യം എന്ന് പറയുന്നത് മെഹബൂബിൻ്റെ കിതാബിൽ നിന്ന് കാണിക്കും. മെഹബൂബ് വിശ്വസിക്കുന്ന പ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് എനിക്ക് തെളിവ് വേണ്ടത്. അതിൻ്റെതായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകണം. മെഹബൂബ് അവിടുന്ന് ഉഴപ്പി മാറാൻ സമ്മതിക്കില്ല. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്ന യുസല്ലിയായിട്ടുള്ള ഈമാനും ദീനുമുള്ള ഒരു മുഹമ്മദീയൻ കിടന്ന് ഉരുണ്ടുമറിഞ്ഞ് തൻ്റെ വാദം സ്ഥാപിക്കാൻ ബൈബിളിലേക്ക് കടന്നുകൂടി അവിടുത്തെ ബൈബിളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ക്രിസ്ത്യാനികൾ ദൈവത്തെ വിളിക്കുന്നത് പിതാവേന്നാണ് എന്നൊക്കെ സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കാനാണ് മെഹബൂബ് ശ്രമിക്കുന്നത്. ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥത്തിൽ ഇതുവരെ തൊട്ടിട്ടില്ല. മുഹമ്മദ് അള്ളാഹുവിനെ എവിടെയെങ്കിലും പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ? നമ്പർ 1, മുഹമ്മദ് പടച്ചവനെ എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഈ മുഹമ്മദ് അതുപോലെ എവിടെയെങ്കിലും പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം നൽകുന്നുണ്ടോ? അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ ഖുറാൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ, അനുവാദം നൽകുന്നുണ്ടോ? അള്ളാഹുവിനെ പടച്ചവനെ കടവുളെ എന്ന് വിളിക്കുന്നുണ്ട്. കടവുൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ എന്നല്ല അർത്ഥം. കടവുൾ എന്ന് പറഞ്ഞാൽ പടച്ചവൻ എന്നല്ല അർത്ഥം. അർത്ഥം വ്യത്യാസമുണ്ട്. അതേ ക്രിയേറ്ററെ തന്നെയാണ് വിളിക്കുന്നത്. മെഹബൂബ് അതിലോട്ടൊന്നും മെഹബൂബിനോടുള്ള ചോദ്യം എന്താ? പിതാവേ എന്ന് മുഹമ്മദ് അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടോ മെഹബൂബെ? പിതാവ് മലയാളല്ലേ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അബു എന്ന് വിളിച്ചിട്ടുണ്ടോ? അബു എന്ന് വിളിച്ചിട്ടുണ്ടോ?
അബു അല്ല. അബു അബു അല്ല നിങ്ങൾ അല്ല പിതാവെന്ന് അബു വിളിക്കും. അല്ല നിങ്ങൾ അല്ല സ്വന്തം അള്ളാഹുവിന്റെ ഇബനല്ല, അപ്പനെന്നായി സ്വന്തം പോകും. അച്ഛന്മാരെയാണ് ഇബനല്ല, അബു എന്ന് വിളിക്കല്. ഇബനല്ല എന്ന് പറയും. ഞാൻ ഇബനല്ല ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ക്രിയേറ്ററെയാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും വിളിക്കുന്നത്. അതിന് പ്രമാണങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ക്രിയേറ്റർ, എല്ലാവർക്കും മെഹബൂബെ, ഒറ്റ ക്രിയേറ്റർ പൊട്ടംകളി ഉള്ളൂ. ഒന്നും നടക്കത്തില്ല. പൊട്ടം കളിച്ച് എത്ര പൊട്ടം പൊട്ടല്ല, കളിച്ച് എവിടെ പോവാനാ? എവിടെ മെഹബൂബെ പോയിട്ട് ആള് എന്താ വേറെയാണ്, ആള് വേറെയാണ്. പിതാവെന്നല്ലേ ഞാൻ വിടില്ല. ഞാൻ ഞങ്ങൾ സേവിക്കുന്ന ആളെ അല്ലല്ലോ മെഹബൂബ് സേവിക്കുന്നത്. ഏ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മെഹബൂബ് ആരാധിക്കുന്നുണ്ടോ? മെഹബൂബിനോടുള്ള ചോദ്യം ഞങ്ങൾ ആരെ ആരാധിക്കുന്നു എന്നല്ല. മെഹബൂബ് ഇപ്പോൾ പറഞ്ഞ മെഹബൂബിൻ്റെ അള്ളാഹു പിതാവാണ് എന്ന് പറഞ്ഞേക്കുമ്പോൾ മുഹമ്മദ് എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവെന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അഭിസംബോധന ചെയ്തൊന്നുമില്ല ആ ക്രിയേറ്ററെ. ഞങ്ങൾ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ എന്നുള്ളത് ചോദിക്കുന്നത്. മെഹബൂബിന് ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം മെഹബൂബിന് ചെയ്യാൻ കഴിയുമോ? ഞങ്ങൾ മുട്ടയിലിരുന്ന ദൈവത്തെ നല്ലപോലെ ആരാധിക്കും. ഈ ആരാധന മെഹബൂബിന് ചെയ്യാൻ കഴിയുമോ? യേശുവിനെ ആരാധിക്കുന്നു, ഞങ്ങൾ ഞങ്ങ ചെയ്യൂല. ഞങ്ങ ബന്ധപ്പെട്ട ഞങ്ങ ആ ഭാഷയാണ്, നിങ്ങൾ വിപരീതമാണ്. ചെയ്യില്ല. കാര്യം നിങ്ങൾക്ക് അറിവില്ല. അപ്പം നിങ്ങളുടെ മുഹമ്മദ് പഠിപ്പിച്ച കാര്യം നിങ്ങൾ പറ. മെഹബൂബ് കിടന്ന് പൊട്ടം കളിച്ച് കഴിഞ്ഞാൽ എൻ്റെ രീതി കംപ്ലീറ്റ്ലി മാറും. ഞാനിന്ന് വളരെ ശാന്തമായിരുന്ന് ഈ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ഞാൻ സംസാരിക്കുന്നെങ്കിൽ അത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ചർച്ച വരട്ടെ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അനേകം മുർദ്ദതുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്ലാമികർ പോലും ചോദിക്കുന്നു, പൊട്ടത്തരം പറയാതെ ഇസ്ലാം വിഷയങ്ങളിൽ നിന്ന്, പ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്ന് പറയൂ എന്നാണ് ഇവിടെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെഹബൂബ് ദയവായി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് പറയൂ, മുഹമ്മദ് എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ? എൻ്റെ ചോദ്യത്തിനങ്ങ് മറുപടി പറഞ്ഞത് മെഹമ്മൂദ് ക്രിസ്ത്യാനികളിലോട്ടൊന്നും പോകണ്ട. നമ്പർ 1. 2, അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ ഖുറാൻ എവിടെയെങ്കിലും അനുവാദം നൽകുന്നുണ്ടോ? ഈ രണ്ട് കാര്യത്തിന് ആദ്യം മറുപടി പറ. പിന്നല്ല ക്രിസ്ത്യാനികൾ വിളിക്കുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. യേശു പഠിപ്പിച്ചു തന്ന ഏകസത്യ ദൈവം തന്നെയാണ് പിതാവ്, അല്ലേ? യേശു ഏകസത്യ ഇടയ്ക്ക് ആയത്ത് കുറച്ച് ആയത്ത് സമയം വെച്ചിട്ട് മെഹബൂബിന് പറഞ്ഞേ. ഇടയ്ക്ക് കുറച്ച് സമയം മെഹബൂബിനെ കണ്ടില്ല. ഇനി ആ സമയത്താണ് മെഹബൂബ് പറഞ്ഞതെന്ന് അറിയില്ല, നമ്മൾ കേട്ടില്ല. അതുകൊണ്ടൊന്ന് പറയാമോ? ആയത്ത് നമ്പർ വെച്ചിട്ട് പറഞ്ഞു. ആയത്ത് നമ്പർ അള്ളാഹു വെച്ചിട്ട് പറഞ്ഞു, ഖുർആനിൽ ഞങ്ങൾക്ക് കൂടെ കടവുളെ എന്ന് നോക്കാൻ വിളിക്കാൻ വേണ്ടിയാ. പറഞ്ഞില്ല. യേശു കടവുളെ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ യേശു എന്ന് വിളിക്കാൻ മുഹമ്മദ് പറഞ്ഞില്ല. ഒന്നുകിൽ മുഹമ്മദ് പടച്ചോനെ എന്ന് അള്ളാഹുവിനെ വിളിക്കാനൊന്നും പിതാവ്, പറഞ്ഞില്ല. വെറുതെ ആരംഭായി ഒന്നുകിൽ മുഹമ്മദ് വെറുതെ അള്ളാഹുവിനെ ഓരോ പിതാവ് എന്ന് വിളിക്കാൻ ഉണ്ടാക്കി. അനുവാദം കൊടുത്തു, മെഹബൂബ് പറയുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ മെഹബൂബ് ശരിയാണ്. അങ്ങനെ അനുവാദം കൊടുത്തു എങ്കിൽ മെഹബൂബ് പറയുന്നത് ശരിയാണ്. അതല്ല, അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് താങ്കൾ പറഞ്ഞോളൂ. മുഹമ്മദ് ഒരു കള്ളപ്രവാചകനായിരുന്നു, ഒരു വൃത്തികെട്ട പ്രവാചകനായിരുന്നു എന്ന് പറഞ്ഞോളൂ. മെഹബൂബ് പറയുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കാം. പറഞ്ഞോളൂ. തെളിവ് വെച്ച് പറയണം, പക്ഷെ പറയുന്ന ഞാനൊരു കാര്യം മുസ്ലിം തെളിവ് വെച്ച് ആയതുകൊണ്ട് പറയും. തന്നെ യേശു കള്ളപ്രവാചകൻ ഞാൻ പറയില്ല. മുഹമ്മദ് നബി കള്ളപ്രവാചകൻ പറയില്ല. മെഹബൂബെ, ഒരു യേശുവിനെ ഒക്കെ അവിടെ പ്രവാചകന്മാരും വെച്ച്. ഈസാ കള്ളപ്രവാചകന്മാരും നബി പറയാനുള്ളത്. ഞാൻ കള്ളപ്രവാചകനായിരുന്നോ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ല. ഈസ പിന്നെ ഞാൻ എന്ത് മുസ്ലിമാ? ആയിരുന്നോ? മെഹബൂബെ ഈസ മെഹബൂബെ യേശുവിനെ പറ്റി അങ്ങനെ ഒന്നുകിൽ പറഞ്ഞിട്ടില്ല. താങ്കൾ കള്ളപ്രവാചകനായിരുന്നോ? എന്റെ കഥ. നിങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ പറയാം. ഈസ ഒരു കള്ളപ്രവാചകനായിരുന്നു, ഞങ്ങൾ പറയാമല്ലോ. നിങ്ങളുടെ നിങ്ങൾക്ക് പുസ്തകം എന്താ വെച്ച് ഞങ്ങൾ പറയാൻ തെളിയിക്കും പറ്റാത്ത ഈസ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് എന്തും കള്ളപ്രവാചകനായിരുന്നു, പറയാലോ. മുഹമ്മദ് ഒരു കള്ളപ്രവാചകനായിരുന്നു. മുസ്ലിമിന് പറയാൻ പറ്റൂല ചോദ്യത്തിന് ഒരിക്കലും. മറുപടി പറ മെഹബൂബേ. ചോദ്യത്തിന് മറുപടി പറ. ഖുറാനിൽ എവിടെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തത് തെളിവ് വെച്ച് പറയൂ. താങ്കൾക്ക് തെളിവുണ്ടെങ്കിൽ പറയൂ, വിവരക്കേട് പറയല്ലേ. അല്ലെങ്കിൽ ഇറങ്ങിപ്പോ, നാണം കെട്ട്. ഞാൻ പറഞ്ഞല്ലോ, എത്ര പ്രാവശ്യം പറഞ്ഞു. ഖുർആനില്ലേ കടവുളെ എന്ന് വിളിക്കാൻ പറഞ്ഞില്ല, പടച്ചോനെ എന്ന് ശരി വിളിക്കാൻ ശരി, പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ തീർക്കും. വിളിക്കുന്നുണ്ട് പടച്ചോനെ എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞോ? മെഹബൂബിൻ്റെ വാദം ആ കഴിഞ്ഞോ? പിന്നെ യേശുവിനെ അതുപോലെ യേശു തന്നെ പറഞ്ഞത് ജീസസ് ഞാൻ എന്ന് പറഞ്ഞോളാം. വിളിക്കുന്നുണ്ട്. യേശു അത് പറഞ്ഞത് യേശു ഞാൻ പറഞ്ഞോളാം. എത്രത്തോളം യേശു ദൈവം പറഞ്ഞത് ഞാൻ പറഞ്ഞോളാം. ഇതൊക്കെ ബൈബിൾ ഉണ്ടായിട്ടാണ്. എടാടോ, ഞാൻ പറയുമ്പോൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ സൗണ്ട് അങ്ങ് കൂടി പോവും. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഞാൻ പറയുമ്പോൾ പിന്നെ മ്യൂട്ട് ചെയ്യണം. ഉത്തരം സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെ എല്ലാവർക്കും നിർത്തുക. അങ്ങോട്ടും അവസരം യേശു വേണം. ക്രിസ്തുവിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞോളാം. യേശു ക്രിസ്തുവിൻ്റെ ഭാഗം പറയാനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. യേശു ക്രിസ്തു എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോളാം. മെഹബൂബിനോട് യേശു ക്രിസ്തു പറയാനല്ലല്ലോ ഇത്ര നേരം കൊണ്ട് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് അറബിയൊക്കെ മുഹമ്മദിന് സംസാരിച്ച് പറയാൻ അങ്ങോട്ട് പറ്റുന്ന തുടങ്ങിയപ്പോൾ ഉള്ള എനിക്കെന്താ ഇതിന് യേശുവിനെ അല്ല, പറയാത്തത്? മുഹമ്മദിന്റെ കാര്യം മെഹബൂബിനോട് ചോദിച്ചിട്ട് മെഹബൂബ് ഞാൻ പറയുന്നില്ലല്ലോ. പറഞ്ഞല്ലോ. യേശുവിന്റെ കാര്യം ഇങ്ങോട്ട് എന്നാ മ്യൂട്ട് ചെയ്യും. മെഹബൂബ് പറഞ്ഞത് അവിടെ തീർന്നു. മെഹബൂബിന് ഒരു തെളിവും ഇല്ല, ഒരു കോപ്പും ഇല്ല. ഐ എം സോറി, മെഹബൂബിന് ഈ പറയുന്ന തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. മെഹബൂബ് വെറുതെ വന്നിട്ട് യേശു അങ്ങനെ പറഞ്ഞു. യേശു പറഞ്ഞ മെഹബൂബിനോട് ചോദിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല മെഹബൂബേ. ഓക്കെ, യേശു എന്ന് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഇസ്ലാമിൽ ഇനി ഞാൻ തെളിവടക്കം, ഖുറാനിലെ തെളിവടക്കം ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം സഹോദരന്മാരെ. 39 സൂറ, ഓക്കെ, സൂറ 39 10 ആയത്തിലേക്കൊന്ന് വന്നേ. സൂറ 39 10 ആയത്ത്.
പറയുക, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ അടിമകളെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടുക. അള്ളാഹു തന്നിൽ വിശ്വസിക്കുന്നവരായ മുഅ്മിനീങ്ങളെ വിളിക്കുന്നതാണ്, അല്ലയോ എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ, നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക. എവിടെയെങ്കിലും എൻ്റെ മക്കളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? പുത്രന്മാരെ എന്ന് വിളിച്ചിട്ടുണ്ടോ? എൻ്റെ പുത്രിമാരെ എന്ന് വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ മെഹബൂബെ, ഞങ്ങൾക്ക് ഖുറാനിൽ കാണുവാൻ കഴിയുന്നത് അള്ളാഹു മുസ്ലിങ്ങളെ വിളിക്കുന്നതാണ്. തഫ്സീറിൽ എഴുതിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരായ മുസ്ലിമീങ്ങളെ എന്ന്. അപ്പോൾ മെഹബൂബ് പറഞ്ഞു തരൂ, ഈ സൂറയുടെ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ എന്നും പറഞ്ഞുകൊണ്ട്, എൻ്റെ മേരെ പ്യാരെ ദേശവാസിയോം എന്ന് പറഞ്ഞ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് പോലെ അള്ളാഹു തന്നിൽ വിശ്വസിക്കുന്നവരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ അഭിസംബോധന ചെയ്തു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവരായ എൻ്റെ അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, അതായത് അള്ളാഹുവിനെ ഭയപ്പെടുക. മെഹബൂബെ, ഞങ്ങൾ കാണുന്ന ആയത്ത് ഇങ്ങനെയാണ്. മറിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ മെഹബൂബ് ഒന്ന് പറഞ്ഞു തരൂ. അങ്ങനെയല്ല വാര്യർ ബ്രദറെ, അല്ലെങ്കിൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ, അടിമകളെ എന്നല്ല വിളിച്ചേക്കുന്നത്. ഇനിയും അവിടെ അടിമകളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പുറത്തൊരു ഭാഗത്ത് മക്കളെ എന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്ന് മെഹബൂബ് ഒന്ന് പറഞ്ഞു തരൂ. അബ്രഹാമിന്റെയും ചോദ്യത്തിന് മറുപടിയല്ല. യേശുവിനെ എന്ത് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞോളാം. യേശുവിനെ എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോളാം. മെഹബൂബിനെ അള്ളാഹു എന്ത് പറഞ്ഞു എന്ന് പറയൂ. മെഹബൂബിനെ എന്ത് പറഞ്ഞു? മെഹബൂബിനെ എന്താണ് മെഹബൂബിന്റെ അള്ളാഹു വിളിക്കുന്നതെന്ന് പറയും. യേശുവിനെ എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോളാന്നേ. മെഹബൂബാണ് പറഞ്ഞത്. നിങ്ങൾ പിതാവേ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തതിലാണ് ഇപ്പൊ ചോദ്യം നിൽക്കുന്നത്. ബൈബിളിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞോളാലോ. അതാണ് ഞാൻ വായിക്കുന്നത് സുഹൃത്തെ. ബൈബിളിൽ ബൈബിളിലത് ഞാൻ പറഞ്ഞു. അല്ല, മെഹബൂബ് ഖുറാനിലെ ഒന്നും പറയുന്നില്ല. ബൈബിളിലെ എനിക്ക് പറയാനുള്ള അവസരം കിട്ടുന്നില്ല. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ആയിക്കോട്ടെ. അല്ല, അടിമ എന്ന് എവിടെ വിളിക്കുന്നേ? ആര് പറഞ്ഞു ദാസൻ എന്ന് പറഞ്ഞ അടിമയാണ്? പിന്നെ അബ്രഹാമിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ ദാസനായ മുഹമ്മദ് എന്നാണോ? ദാസനായ മുഹമ്മദ് എന്നാണോ? അടിമയായ ദാസനായ മുഹമ്മദ് എന്നാണോ? ദാസൻ എന്ന് പറഞ്ഞ അടിമയാണ്. ദാസൻ എന്ന് പറഞ്ഞ മുഹമ്മദ് എന്നാണോ? അതെ, മുഹമ്മദ് അടിമന്നല്ലേ? ആണോ? ആ, അടിപൊളി. മുഹമ്മദ് അടിമനാണ്. എന്താ സംശയം? മുഹമ്മദ് അടിമയാണ്. അപ്പൊ മകനല്ല. അപ്പൊ മുഹമ്മദ് മകനല്ല. മുഹമ്മദ് മകനല്ല. നിക്ക് മെഹബൂബ് അവിടെ നിക്ക്. ഇനി ചാടല്ലേ, പൊട്ടിത്തെറിക്കില്ലേ? മെഹബൂബ് അവിടെ നിക്ക്. മെഹബൂബ് ഇപ്പൊ പറഞ്ഞു മുഹമ്മദ് അടിമയാണ്. അങ്ങനെയാണെങ്കിൽ മെഹബൂബ് ഇടയ്ക്ക് കേറല്ലേ മെഹബൂബെ, ഇടയ്ക്ക് കയറരുത്. മുഹമ്മദ് അടിമയാണ്. ഇനി പറയേണ്ടത് മെഹബൂബും അതുപോലെ തന്നെ മറ്റ് മുഹമ്മദ് അല്ലാത്ത മറ്റു മുസ്ലിങ്ങളും, മുഹമ്മദ് അടിമയാണെന്ന് സമ്മതിച്ചു, മെഹബൂബും മുഹമ്മദ് അല്ലാത്ത മറ്റു മുസ്ലിങ്ങളും അടിമകളാണോ മക്കളാണോ? യേശു എന്താണെന്നല്ലല്ലോ മെഹബൂബെ ഇവിടുത്തെ ചോദ്യം യേശു എന്താണെന്നല്ല. അത് ഞാൻ പറഞ്ഞോളാം മെഹബൂബെ. യേശു എന്താണെന്നല്ല ഇവിടുത്തെ ചോദ്യം നിൽക്കുന്നത് മുഅ്മിനീങ്ങളായിട്ടുള്ള നിങ്ങൾ എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ അടിമകളാണോ മക്കളാണോ? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 3:13 ഞാൻ വായിച്ചോളാലോ. ഞാൻ ബൈബിളിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞോളാം. അടിമയായ യേശുവിനെ മഹത്വപ്പെടുത്തിയെന്നാ പറഞ്ഞത് സുഹൃത്തേ. അത് ഞാൻ പറഞ്ഞോളാം. എടാ, നീ നിസൂന് പഠിക്കല്ലേ മെഹബൂബേ? പഠിക്കല്ലോ. അപ്പൊ മെഹബൂബ് അവ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ശബ്ദം കേട്ട് മെഹബൂബ് ഇറങ്ങി ഇവിടുന്ന് ഓടത്തേ ഉള്ളൂ. മനസ്സിലായോ? മെഹബൂബ് ഇറങ്ങി ഓടത്തേ ഉള്ളൂ. മെഹബൂബിന്റെ കിതാബിൽ നിന്ന് ഞാനാണ് ഇപ്പൊ മെഹബൂബ് മാന്യമായിട്ട് ചർച്ച ചെയ്യുന്നെങ്കിൽ, ചർച്ചയ്ക്ക് മാന്യത ഉള്ളവനാണ് വന്നതെങ്കിൽ, മാന്യത ഉള്ള മതത്തിൽ നിന്ന് വന്നവനാണെങ്കിൽ, മാന്യത ഉള്ളവന്റെ അനുയായിയാണെങ്കിൽ നിന്റെ കിതാബിൽ നിന്നാണ് നീ സംസാരിക്കേണ്ടത്. മെഹബൂബിനോടുള്ള ചോദ്യത്തിൽ മെഹബൂബിന്റെ കിതാബിൽ നിൽക്കാത്തത് കൊണ്ടാണ് എനിക്ക് മെഹബൂബിന്റെ കിതാബ് എടുക്കേണ്ടി വന്നത്. മനസ്സിലായോ?
ക്രിസ്ത്യാനിറ്റിയുടെ പക്ഷം ഞാൻ പറഞ്ഞോളാം എന്ന് ഞാൻ എത്ര നേരമായിട്ട് പറയുന്നു. മെഹബൂബ് ഇതൊന്ന് പറഞ്ഞെന്നേ. മെഹബൂബ് ഇതുവരെ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന ആയത്തോ, അള്ളാഹു നിങ്ങൾ എൻ്റെ മക്കളാണ് എന്ന് പറയുന്ന ആയത്തോ, മുഹമ്മദ് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ച ആയത്തോ, അല്ലെങ്കിൽ സന്ദർഭമോ ഹദീസോ ഏത് പൊട്ടം കണാപ്പിനെ എഴുതി വെച്ചാണെങ്കിൽ പോലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ പലതും തള്ളുന്നവരാണ്. അവരൊക്കെ മണ്ടന്മാരാണ്. സഹീഹ് പോലും ഇടയ്ക്ക് കയറില്ല. മെഹബൂബ് ഇടയ്ക്ക് കയറരുത്. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറരുത്. അപ്പം ഈ പറയുന്ന അണ്ണന്മാരെ ആര് വേണേലും ആയിക്കോട്ടെ, സഹീഹായിട്ടുള്ളതാണ്, ദായിഫായിട്ടുള്ളതാണെങ്കിലും ഏത് വേണേലും ആയിക്കോട്ടെ, അതോ ഇനി ഏതെങ്കിലും ചവറ്റുകൊട്ടയെ എഴുന്നിട്ടേക്കുന്ന കിതാബാണെങ്കിലും കുഴപ്പമില്ല, മെഹബൂബ് അതിൽ നിന്നൊരു റെഫറൻസ് കൊണ്ടുവന്നു. കാര്യം ഞാൻ നിങ്ങളുടെ കിതാബിൽ നിന്ന് റെഫറൻസ് കൊണ്ടുവന്നു. മുഅ്മിനീങ്ങളെ അള്ളാഹു വിളിക്കുന്നത് എൻ്റെ അടിമകളെ എന്നാണ്. എന്നിൽ വിശ്വസിക്കുന്ന അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനെ റബ്ബിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞ ഭാഗം ഞാനിവിടെ കൊണ്ടുവന്നു. ഇനി അല്ല അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് ഖുറാനിൽ നിന്ന് സ്ഥാപിക്കേണ്ടത് മെഹബൂബാണ്. ഇസ്ലാം പക്ഷമാണ് മെഹബൂബെ പറയേണ്ടത്. അല്ല ക്രൈസ്തവരെന്ത് വിളിക്കുന്നു, യേശുവിനെ എന്ത് വിളിച്ചു എന്നുള്ളതല്ല. അത് പറയാൻ ഞാനിവിടെ ഉണ്ട്. ഇവിടെ താങ്കൾ ഇവിടെ പറഞ്ഞ ആയത്തില് പറയുക, വിശ്വസിച്ചവരായ എൻ്റെ ഇതിൽ അങ്ങനെ കൊടുത്തത്, വിശ്വസിച്ചവരായ എൻ്റെ ദാസന്മാരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. ഈ ഐഹിക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചവർക്കാണ് സൽഫലമുള്ളത്. അള്ളാഹുവിൻ്റെ ഭൂമിയാകട്ടെ വിശാലമാകുന്നു, ക്ഷമാശീലർക്ക് തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റി കൊടുക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത്. ഇതേ വചനം തന്നെയാണ് തന്റെ അത് തന്നെയല്ലേ അങ്ങോട്ട് ചോദിക്കുന്നത്. മെഹബൂബ് പറയേണ്ടത് ഇതല്ല. മെഹബൂബ് അത് എന്റെ വാദം. മെഹബൂബ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ വാദമാണ്. മെഹബൂബ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ വാദമാണ്. മെഹബൂബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വാദം. ഞാൻ ഇസ്ലാമിക സൈഡിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത്. മെഹബൂബ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വാദമാണ്. അതെ, ഇസ്ലാമികരെല്ലാം അടിമകളാണ് എന്നുള്ള വാദമാണ് മെഹബൂബ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെഹബൂബാണ് പറഞ്ഞത് അള്ളാഹുവിനെ പിതാവെന്ന. മെഹബൂബ് ഇടയ്ക്ക് കയറില്ലേ? മെഹബൂബാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഖുറാനിൽ നിന്ന് തെളിയിക്കേണ്ടത് എന്ത്? അടിമകളാണെന്നുള്ളതല്ല മെഹബൂബേ, മക്കളാണ്, അള്ളാഹുവിനെ പിതാവ് എന്ന് വിളിക്കാം എന്നുള്ളതാണ് മെഹബൂബ് തെളിയിക്കേണ്ടേ. ബൈബിളിൽ എന്ത് പറയുന്നു എന്നല്ല, ഖുറാനിൽ. കാരണം മെഹബൂബ് വെച്ച സ്റ്റേറ്റ്മെന്റിലാണ് ചോദ്യം നിൽക്കുന്നത്. ഞാൻ വെച്ച സ്റ്റേറ്റ്മെന്റിൽ അല്ല ചോദ്യം നിൽക്കുന്നത്. മെഹബൂബ് മുന്നോട്ട് വെച്ച സ്റ്റേറ്റ്മെന്റിലാണ് ചോദ്യം നിൽക്കുന്നത്. ഖുറാനിൽ എവിടെയാണ് അള്ളാഹുവിനെ പിതാവ് എന്ന് വിളിക്കാൻ അനുവാദം നൽകുന്നത്? മെഹബൂബ് പറഞ്ഞു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഖുറാനിൽ നിന്ന് കാണിക്കൂ. ഖുറാനിൽ അടിമകളെ എന്ന് വിളിച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, കാരണം മെഹബൂബ് എന്ന് പറഞ്ഞ ദാസൻ എന്ന് പറഞ്ഞ അടിമയാണ്. അപ്പോൾ ദാസന്മാർ എന്ന് പറയുമ്പോൾ അടിമകൾ മെഹബൂബിൻ്റെ വാദമാണ്. ഓക്കെ, അപ്പോൾ ഈ അടിമകളെ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തന്നു. ഇനി മെഹബൂബാണ് കാണിച്ചു തരേണ്ടത് മുഹമ്മദിനെ അള്ളാഹുവിനെ പിതാവേ എന്ന് മുഹമ്മദ് വിളിച്ച ഭാഗമുണ്ടെങ്കിൽ ഹദീസോ തഫ്സീറോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും, അല്ല അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുമെന്നുള്ള ഖുറാനിലെ ഏതെങ്കിലും ഒരു ആയത്തും. ഇത് രണ്ടുമാണ് മെഹബൂബ് കൊണ്ടുവരണ്ടേ. അത് കഴിഞ്ഞിട്ടല്ലേ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എടുക്കുന്നത്. ഇനി ഞാൻ പറയുമ്പോ ഇനി ഇടപെടുവോ സാറേ? ബൈബിളിലേക്ക് കയറിയാൽ ഞാൻ ഇടപെടും. നിങ്ങൾക്ക് ഖുറാനിൽ പൊട്ടത്തരം പറഞ്ഞാലും ഞങ്ങൾക്ക് അലർജിയാണ്. പൊട്ടത്തരം പറഞ്ഞാലും ഇടപെടും. പൊട്ടത്തരം പറയല്ലേ. മെഹബൂബിന്റെ സ്ഥിരം പൊട്ടത്തരമാണ്. പൊട്ടത്തരം കേട്ടിട്ട് മനുഷ്യർക്ക് തന്നെ അലമ്പായി ഇരിക്കുകയാണ്. മെഹബൂബ് എന്നും ജിഹാദ് നടത്തുന്നതും ബൈബിൾ ചോദ്യം വന്നില്ല. ബൈബിൾ ചോദ്യം വരുമ്പോ ഞാൻ ബൈബിൾ എടുത്തില്ലെങ്കിലല്ലേ മെഹബൂബിന് ബൈബിൾ എടുക്കേണ്ട കാര്യം വരുന്നത്. മറുപടി എങ്ങനെ? ഖുറാനിലെ ആദ്യം പറ. ഖുറാനിലെ പറഞ്ഞിട്ടല്ലേ ബൈബിളില് പറയണ്ടേ? പറയൂ മെഹബൂബ്. മെഹബൂബ് അല്ല, ഈ ആയത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാദമല്ലേ മെഹബൂബെ സ്ഥാപിക്കുന്നത്? നിങ്ങളെല്ലാം അടിമകളായിട്ടാ വിളിച്ചേക്കുന്നതല്ലേ? പക്ഷെ ബൈബിളിൽ നിന്ന് ഞാൻ വേറൊരു 100 വാക്യം തരാം. ഞങ്ങളെ പുത്രന്മാരാണ് മക്കളെന്ന് വിളിച്ചേക്കുന്നത്. മെഹബൂബ് ഇത് കാണിക്കാദ്യം, അത് ഞാൻ പറഞ്ഞോളാം. മെഹബൂബിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മുഹമ്മദ് അള്ളാഹുവിനെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്ന് മെഹബൂബ് ഇപ്പൊ എഴുതിയിട്ട് ഓർമ്മ പ്രിന്റ് എടുത്താലും മതി. അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ? നമ്പർ 1. 2, അള്ളാഹുവിനെ പിതാവ് എന്ന് വിളിക്കാൻ എവിടെയെങ്കിലും ഈ ഉത്തരം പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നാണ് മെഹബൂബ് പറഞ്ഞത്. ഇതുവരെ ഒരു തെളിവും തന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇസ്ലാമിലെ തെളിവ് എടുക്കേണ്ടി വന്നത്. ഇത്രയും നേരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തല തിരിച്ചു. അപ്പൊ എന്റെ ചോദ്യം എനിക്ക് ഇനി ഇതുകൊണ്ടാ പറയുന്നത്.
സ്ട്രെയിറ്റ് ആൻസർ പറയണം. എൻ്റെ ചോദ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. മുഹമ്മദ് എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ മെഹബൂബെ? ഉണ്ട് ഇല്ല, അല്ലെങ്കിൽ ഇല്ല? വിളിച്ചില്ല. പടച്ചോനൊന്നും വിളിച്ചില്ല. വിളിച്ചില്ല. നിൽക്കട്ടെ പടച്ചോനൊന്നും നിൽക്കട്ടെ, വിളിച്ചില്ല. ഞാൻ കടവുളെയൊന്നും പടച്ചോനെന്ന് വിളിച്ചില്ല. വിളിച്ചോന്ന് എൻ്റെ ചോദ്യമല്ല. വാപ്പാൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അയലൊക്കത്ത് അവിടെ അവറാച്ചൻ്റെ വാപ്പാൻ്റെ പേര് കോശി, പുള്ളീൻ്റെ വാപ്പാൻ്റെ പേര് അബ്രഹാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാ മെഹബൂബെ. നിങ്ങൾ അപ്പോൾ പടച്ചോനെ ഇനിയിപ്പോൾ വിളിച്ചിട്ട് അടുത്ത നിങ്ങൾക്ക് ചോദ്യം, എന്തല്ല? ഖുറാനിൽ ഇങ്ങനെ എവിടെയെങ്കിലും വിളിക്കുന്നത് ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദമുണ്ടോ? സാറേ, ഞങ്ങൾ പടച്ചോനെ വിളിക്കുന്നത് ഖുറാനിൽ അള്ളാഹുവിനെ അത് തന്നെയാണ്. അതെന്റെ ചോദ്യമല്ല, അതെന്റെ വിഷയമല്ലല്ലോ, എൻ്റെ ചോദ്യമല്ലല്ലോ. എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദമുണ്ടോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇല്ല. തീരുമാനമായോ? ഇല്ല. ഖുറാൻ അറബി ഭാഷയല്ലേ, പിതാവ് എങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ അല്ല, പടച്ചോനെ അബു വിളിക്കുന്നത് എന്ന് വിളിക്കാൻ പറ്റുമോ? അബു എന്ന് വിളിക്കാൻ പറ്റുമോ? എങ്ങനെ അബു എന്ന് വിളിക്കാൻ പറ്റുമോ? അബു എന്ന് വിളിച്ചിട്ടുണ്ടോ? വിളിക്കുന്നത് സ്വന്തം മാപ്പനല്ലേ വിളിക്കുന്നത്. അത് അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ വാപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സ്വന്തം മാപ്പല്ലല്ലോ. നിങ്ങൾ സ്വന്തം അത് ശരി. അതെ അതെ അതെ. അപ്പൊ രണ്ട് പിതാവ് ഒരാൾക്ക്. ഞങ്ങളുടെ പിതാവ് അതാണ്. ഞങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് നൽകിയിരിക്കുന്ന താൽക്കാലിക പിതാവാണിത്. മനസ്സിലായോ? എന്ത് രണ്ട് പിതാവോ? നിങ്ങൾ സ്വന്തം പിതാവ് പറ്റി വേറെ. അപ്പൊ ഒരാൾക്ക് രണ്ട് തന്തേ? ഒരാൾക്ക് രണ്ട് തന്തയല്ല, ഞങ്ങൾക്ക് ഒരൊറ്റ തന്തയേ ഉള്ളൂ. നിങ്ങളാണ് ഈ പല തന്തയ്ക്ക് വരുന്ന പരിപാടി കാണിക്കുന്നത്. മുഹമ്മദിനായിരുന്നു അബ്ദുള്ളാന്റെ മോനെ എന്ന് വിളിക്കുമ്പോ വിളി കേട്ടില്ല. പക്ഷേ അപ്പുറത്ത് ചെന്നിട്ട് അബ്ദുൾ മുത്തലിബിന്റെ മോനെ എന്ന് വിളിക്കുമ്പോ എന്തോ എന്ന് വിളി കേൾക്കുന്നത്. നിങ്ങൾ ക്രിയേറ്റർ എന്നുള്ള അതിപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? മുഹമ്മദിന്റെ ഓർമ്മകളെല്ലാം മെഹബൂബിന്റെ മനസ്സിലിരുന്നത്. അതുകൊണ്ടാണ് രണ്ട് തന്ത എന്ന് പറഞ്ഞത്. മുഹമ്മദിന് രണ്ട് തന്ത ഉണ്ടായിരിക്കും. അതുകൊണ്ട് മെഹബൂബ് അറിയാതെ മെഹബൂബിന്റെ വായിന്നങ്ങ് വീണുപോയതാ. മുഹമ്മദിന്റെ കാര്യം ഓർത്തപ്പം മെഹബൂബിന്റെ വായിന്ന് തന്നെത്താനങ്ങ് വീണുപോയതാ. മുഹമ്മദിന്റെ കാര്യം പറയുമ്പോ ഇനി ബൈബിളിന്റെ പെർസ്പെക്റ്റീവിൽ ഇനിയിപ്പോ മെഹബൂബ് കടന്ന് കരഞ്ഞോണ്ടിരിക്കും. ദാസൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം ഞാൻ പറയാം. ഇനി ഞാൻ പറയാം. ഇനി മെഹബൂബ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബൈബിളിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ അങ്ങ് എടുക്കാം. മെഹബൂബ് കൊണ്ടുവന്ന വേഴ്സ് പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തികളില് 3:13 അബ്രഹാമിന്റെയും യാക്കോബിന്റെയും തന്റെ ദാസനായ അടിമയായ യേശുവിനെ മഹത്വപ്പെടുത്തി. ഊടായ്പൊന്നും വേണ്ട, അവിടെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ മതി. ഉപയോഗിക്കല്ലേ. അല്ലല്ല, നിക്കട്ടെ നസ്രിൻ ബ്രോ നിക്കേ. ശരി, ഒന്നുകൂടെ വായിച്ചോ. 3:13 വരെ സാറേ ഒന്ന് വായിക്ക് സുഹൃത്തേ. ഞാൻ വായിച്ചല്ലോ. അബ്രഹാമിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും മതി കഴിഞ്ഞു. മഹത്വപ്പെടുത്തി അവിടെ ഇരിക്കും മെഹബൂബേ. ബൈബിൾ പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയാം. ഇസ്ലാമിക പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മെഹബൂബിന് പറയാനില്ലാത്തത് കൊണ്ടാണ്, മെഹബൂബ് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞതുകൊണ്ടാണ് ഇസ്ലാമിക പേഴ്സ്പെക്റ്റീവ് എന്നുള്ള കാര്യം എനിക്ക് പറയേണ്ടി വന്ന കാര്യം. ഞാൻ മെഹബൂബിനോടാണ് ഇസ്ലാമിക പേഴ്സ്പെക്റ്റീവ് ചോദിച്ചത്. ഓക്കെ, അവിടെ ഇസ്ലാമിക ചോദ്യത്തിൽ നിന്നൊക്കെ ഒരുപാട് മെഹബൂബ് ഉരുണ്ട് മറിഞ്ഞ് അങ്ങ് താഴെ പോയി. എന്നാൽ ഈ താഴെ പോയ വഴിയിൽ നിന്ന് തല്ലി മുകളിൽ കൊണ്ടുവരുന്ന ഒരു ശീലം നമുക്കുള്ളതുകൊണ്ടും അപ്പോളജിസ്റ്റുകളായി പോയതുകൊണ്ടും ദൈവകൃപയാൽ അതിൽ നിലനിൽക്കുന്നതുകൊണ്ടും മെഹബൂബ് ഓടിയ വഴി അങ്ങ് തല്ലുകയാണ്. അപ്പോൾ അതുകൊണ്ട് മെഹബൂബിന് ഖുറാനിൽ മെഹബൂബ് തന്നെ പറഞ്ഞു അള്ളാഹുവിനെ ആരും പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. 2, ഈ പറഞ്ഞ മുഹമ്മദും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് മെഹബൂബ് പറയുന്നത് നിങ്ങൾ ബൈബിളിലെ ആ വാദമുള്ളൂ. പക്ഷേ മെഹബൂബിൻ്റെ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ച് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇവിടെ ഞാനിപ്പോൾ ആയത്തെടുത്ത് കാണിച്ചു തന്നിരുന്നു. ഏതാണ്? സൂറ 39 10-ാമത്തെ ആയത്തിൽ എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ അടിമകളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടൂ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനെടുത്തു തന്നു. ഈ ഭയപ്പെടുക എന്ന് പറഞ്ഞേക്കുന്ന കാര്യം എടുത്ത് മെഹബൂബ് വായിച്ചെടുത്ത് നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഏതാണ്? മറ്റേ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് പുറത്തോട്ടിറങ്ങുന്നുണ്ട് പാക്കാന്നുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ മെഹബൂബ് പറയാണ് നിങ്ങളുടെ അള്ളാഹു അവിടെ ഉണ്ട്, നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിച്ചോളുക. അപ്പോൾ ഇസ്ലാമിൽ അടിമകളെ എന്ന് വിളിച്ചിരിക്കുമ്പോൾ മെഹബൂബ് കൊണ്ടുവന്ന വാദം
ഫഹദിൻ്റെ വാദമാണ്, ഫഹദ് യൂണിവേഴ്സിറ്റിയിലെ വാദമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് മാനവകുലത്തെ മുഴുവൻ അടിമകളെ എന്ന് വിളിച്ചേക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബൈബിളിലെ വാക്യം ഒന്നിനൊന്നോട് കോർത്തിണക്കിയതാണ് എന്നും അതുപോലെ കോൺട്രഡിക്ഷൻ അല്ല എന്നും, ഖുറാനെ പോലെ ഒന്ന് പറയും 2 മിനിറ്റ് കഴിയുമ്പോൾ മാറ്റി പറയുകയും ചെയ്യുന്ന പരിപാടി അല്ല എന്നുള്ളതും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ബൈബിൾ മുഴുവനായിട്ട് വായിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ തന്നെത്താൻ ദാസരൂപമെടുത്തു. ആ വാക്യം ഞാൻ വായിച്ചു തരാം. ഞാൻ ബൈബിൾ പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോഴല്ലേ 5 തൊട്ട് വായിച്ചോ, ഞാൻ വായിക്കാം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മെഹബൂബെ, ചെവിക്കകത്ത് അള്ളാഹുവിന്റെ സാധനം ഒന്നും കയറ്റി വെക്കാതെ ചെവി തുറന്നു കേട്ടോണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ആരുടെ രൂപത്തിൽ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. എന്തെടുത്തു? ദാസരൂപമെടുത്തു. അവൻ ദാസനല്ല, അവൻ ദാസന്റെ രൂപമെടുത്തു. അവൻ ദൈവമായിരുന്നെന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 തൊട്ട് താഴോട്ടുള്ള ഭാഗത്തിൽ പറയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, ഈക്വാലിറ്റി, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. അവൻ എന്ത് ചെയ്തു? ദാസരൂപം എടുത്തപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആർക്ക്? പിതാവിന് അനുസരണമുള്ളവനായി കർത്താവ് തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും, ഏതാ? മുഹമ്മദ് എന്ന കള്ളപ്രവാചകന്റെ നാമത്തിലും മുകളിൽ, അള്ളാഹു എന്ന പിശാചിന്റെ നാമത്തിലും മുകളിൽ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ, ആരുടെ നാമത്തിങ്കൽ? യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും, മനസ്സിലായോ? ഈ പിശാജ്, അള്ളാഹു എന്ന പിശാജിന്റെ ആ തലയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിൽ താഴുമെന്നാണ് പറയുന്നത്. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. മുഹമ്മദ് അപ്പം എവിടെ മുട്ടുമടക്കും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ. മെഹബൂബ് എവിടെ മുട്ടുമടക്കേണ്ടി വരും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ. നിങ്ങളുടെ MM അക്ബറാറിന്റെ മുൻപിൽ മടക്കേണ്ടി വരും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ. ജാക്കിർ നായക്കാരുടെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന്, മനസ്സിലായോ? യേശു ഈസ് ദ ലോർഡ്, റബ്ബ്. യേശുവ അൽ റബ്ബ് എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. മനസ്സിലായോ മെഹബൂബെ? ബൈബിള് അങ്ങോട്ടും ഇങ്ങോട്ടും വചനങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നതാണ്. ഇങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത്. ഇനി അടുത്തത്, ഈ ഇവിടെ യേശുക്രിസ്തുവിന്റെ കാര്യം വളരെ വ്യക്തമാക്കി. ഇടയ്ക്ക് കയറില്ല, ഞാൻ ബൈബിൾ പെർസ്പെക്റ്റീവ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ബൈബിൾ വായിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ഇങ്ങനെയാണ് മെഹബൂബിൽ നിന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മിണ്ടാതെ ഒന്ന് കേട്ടോണ്ടിരിക്കും. ഇനി അടുത്തത്, ഓക്കെ, ഇവിടെ തൻ്റെ ദാസനായ യേശുവിനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങും പൊതുജനത്തെ അല്ലെങ്കിൽ മറ്റു കാര്യം എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തു സ്വയം ആ ദാസരൂപം എടുത്തതാണ്. ഓക്കെ, അല്ലാതെ ക്രിസ്ത്യാനികളെ എല്ലാവരും എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നില്ല. ദാസനായിട്ടാണ് എടുത്തേക്കുന്നത്, അല്ലാതെ സ്ലേവ്സ് ആയിട്ടല്ല. അത് സെർവൻ്റ് ആണ്. ഇടയ്ക്ക് കയറല്ലേ മെഹബൂബെ? തനിക്ക് വേണ്ടി സേവ ചെയ്യുന്നവരായ ദാസന്മാർ, സെർവൻറ്റുകൾ എന്നാണ്. അല്ലാതെ മെഹബൂബ് പറഞ്ഞ അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാം പറയുന്ന സ്ലേവ്സ് എന്നുള്ള അർത്ഥത്തിൽ, അടിമകൾ എന്നുള്ള അർത്ഥത്തിലല്ല. ഓക്കെ, അവിടെയും സെർവൻ്റ് എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്, സ്ലേവ് എന്നല്ല. 2, ദാസൻ എന്നാണ് കൊടുത്തേക്കുന്നത്, അടിമ എന്നല്ല. രണ്ടാമതായി
റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആവർത്തിക്കുന്നു, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. തീർന്നില്ല. ഇനി യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 1-ാം വാക്യം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, എന്ത് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. 2-ാം വാക്യം, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ആവർത്തിക്കുന്നു, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ ഇവിടെയെല്ലാം വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, തൻ്റെ മക്കൾ മക്കൾ മക്കൾ. അതുപോലെ തന്നെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ അടിവരയിട്ട് പറയുന്നു, ദൈവം നമ്മുടെ പിതാവാണ്, അവൻ പിതാവായ ദൈവമാണ്. ആ പിതാവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നത് പോലെ. കാരണം ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ അവരുടെ രാജാവായിട്ടേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ദൈവം അവരുടെ മുന്നിൽ പ്രസൻ്റായി നിന്നത്, അവരെ ഒരു രാജ്യമായി വിശേഷജാതിയായ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവം അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിന്നത് അവർക്ക് ഒരു രാജാവായി, അല്ലെങ്കിൽ അവരുടെ മുൻപാകെ നിൽക്കുന്ന ഒരു ജേതാവായിട്ടാണ് അവർ കണ്ടതെങ്കിലും ദൈവം പല പ്രവാചകന്മാരിലൂടെ അവരോട് സംസാരിക്കുന്നുണ്ട്. ഒരപ്പനെ പോലെ ഞാൻ നിങ്ങളെ തോളിലേറ്റി നടത്തിയില്ലയോ, ഒരമ്മയെ പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചില്ലയോ എന്നൊക്കെ ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാകാഞ്ഞതുകൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വളരെ വ്യക്തമായി അപ്പോസ്തലൻ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ദൈവത്തെ, അതായത് ദൈവത്തിൻ്റെ തേജസ്സിനെ തൻ്റെ പുത്രന് നൽകുന്ന ഒരു തേജസ്സായിട്ട് ആരിൽ കണ്ടു? യേശുവിൽ കണ്ടു എന്ന് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതായത് മക്കളുടെ ഒരു മകൻ്റെ മേൽ എങ്ങനെയാണോ ദൈവത്തിൻ്റെ തേജസ്സുള്ളത്, അല്ലെങ്കിൽ പിതാവിൻ്റെ തേജസ്സുള്ളത്, ആ തേജസ്സായിട്ട് കണ്ടു. അതുകൊണ്ട് ദൈവം ആരാണ് എന്ന് ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. പിതാവാണ്, പിതാവിനെ പോലെ സ്നേഹിക്കുന്നവനാണ്, നാം അവൻ്റെ മക്കളാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് എന്ത് പഠിപ്പിക്കുന്നു? വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇനി പറഞ്ഞതാ മെഹബൂബ് ഇതുപോലെ അക്കമിട്ട് തെളിവുകൾ നിരത്തി പറഞ്ഞൊരു മെഹബൂബ് കൊണ്ടുവന്ന ദാസന്മാരെ എന്നാണ്, അല്ലെങ്കിൽ അടിമകളെ എന്നാണ്, ദാസന്മാരല്ല അടിമകളെ എന്നാണ് ക്രിസ്ത്യാനികളെ വിളിച്ചേക്കുന്നതെന്നുള്ള വാദം ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇനിയും മെഹബൂബ് കൊണ്ടുവരൂ, ഇസ്ലാമിൽ എവിടെയാണ് മക്കളെ എന്ന് വിളിച്ചിരിക്കുന്നത്? താങ്കളുടെ പിതാവാണെന്നുള്ള ഖുറാന്റെ ആയത്ത് തരൂ. അതായത് ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഇസ്ലാമിൻ്റെ ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു കണിക പോലും മിണ്ടാതെ പ്യുവർലി ബൈബിളിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ബൈബിളിൽ നിന്ന് അക്കമിട്ട് നിരത്തിയാണ് സംസാരിച്ചത്. മെഹബൂബും അങ്ങനെ തന്നെ സംസാരിച്ചുള്ളതിനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി. ഇസ്ലാമിൻ്റെ സൈഡിന് മെഹബൂബ് പറ.